കുറച്ച് ദിവസത്തേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് സ്കാഡയുടെ കണക്ഷൻ ഊരി എന്നും ഫോട്ടോ അയച്ചു കൊടുക്കണമല്ലോ 1 മണിക്കൂർ. ആട്ടോയിൽ ഇറക്കം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇനി അവർ ഫിക്സ് ചെയ്യണവരെന്നെ ഇപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഇപ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി ഇടുന്ന ശേഷം ഒന്ന് കോഫി കുടിച്ചിട്ട് വരാം. പാത്രം കഴുകിക്കണം. കഴിച്ചിട്ട് ഞാൻ അവിടെ ഇട്ടിട്ട് പോയതായിരുന്നു. അത് കഴുകി വയ്ക്കട്ടെ, എന്നാലേ രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. കോഫി റെഡിയാക്കി കേട്ടോ, ഇനി ഇതും കുടിക്കുക. ഫുഡും കഴിക്കണം. പിന്നെ അടുത്തൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളതിന്ന് ഔട്ട് കൂടുതൽ പോവുകയാണ്. ഇന്ന് കുറച്ചാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. ഇനി അതും ഒപ്പം നോക്കിക്കൊണ്ടിരിക്കണം കുറേ നേരം. കാരണം എപ്പം വേണോ ഔട്ട് പോണത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് നേരം നിറഞ്ഞു കളയും. അങ്ങനത്തെ വിഷയമുണ്ട്. അപ്പോൾ ഇനി 1/2 മണിക്കൂറോ 1 മണിക്കൂർ നോക്കണതിന് പകരം 15 മിനിറ്റ് ഇടവിട്ട് പോയി നോക്കേണ്ടി വരും. അതാണ് ഇനിയിപ്പോൾ ഉള്ള കാര്യം. ഭയങ്കര ഒരു മെനക്കെട്ട കേസാണ്. അത്രയും പ്രശ്നം വരണം. ഫുഡ് ഉണ്ടാക്കുകയാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം ഇതെല്ലാം എടുത്ത് അകത്ത് വെച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ഞങ്ങൾ അവിടെ പോയി നോക്കാം. ഇതര കൺട്രോൾ എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരും. ഇനിയിപ്പോൾ കോള് വരും. ഫോൺ ചാർജ് ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ഒരു 15-20 മിനിറ്റ് കൊണ്ട് കോള് വരണം. ഇല്ല, ഇനിയിപ്പോൾ വരും. സമയം പോയി ശ്രദ്ധിച്ചില്ല. ഇനി ഉണ്ടാക്കട്ടെ. ഫുഡ് ഉണ്ടാക്കാനും വെച്ച് ഇപ്പോൾ കോളും വന്നു. അപ്പോൾ കൺട്രോൾ എനിക്കാണ് ഇപ്പോൾ. ഇപ്പോൾ എല്ലാം ഒന്ന് നോക്കട്ടെ. ഇറങ്ങ സമയമായി. മോർണിംഗ് കൊള്ളാം അല്ലേ? നോക്കട്ടെ. ശരി, വേണ്ട. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി ചിക്കൻ കറി നോക്കട്ടെ. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ ഫോണൊന്നും എടുത്തില്ലായിരുന്നു. നോക്കട്ടെ. ഇപ്പം ഇനി അടുത്ത് ചോറും കൂടി വയ്ക്കുക, റൈസും കൂടി വയ്ക്കാറുണ്ട്. ചിക്കൻ റെഡി ആക്കി കേട്ടോ. വെള്ളം ഒഴിച്ച് ഇന്നലെ ഒഴിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്ന് ഒഴിച്ച്. ഇനി വൈകുന്നേരം ഒഴിക്കാം. ഒന്ന് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും ആയില്ല. ഇതാക്കി കഴിക്കും. എടുത്ത് അരിച്ച് ഇതും കൂടി കഴിച്ചിട്ട് കിടക്കാമെന്ന് അരിച്ച് കിടക്കേണ്ട പ്ലാൻ ആയിരുന്നു. പിന്നെ അരിച്ച് ഇതും കൂടി കഴിച്ചിട്ട് കിടക്കാം. ഇനി ചിലപ്പം എണീക്കാൻ മടിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഇതുപോലെ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ മടിച്ച് വന്നു. വീണ്ടും വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത് ജസ്റ്റ് പോയി ഒന്ന് റെഡി ആവണം. കോഫി ഉണ്ടാക്കി കേട്ടോ. ഇത് കുടിച്ചിട്ട് വേണം പോയി കുളിക്കുക. നേരെ ഡ്യൂട്ടിയിൽ കയറാൻ പോയാണ്. ഓക്കെ, ടൈം ആവാറ്. ഇനി 15 മിനിറ്റും കൂടെ ഉള്ളൂ. സൂര്യനേക്കാളെ സൂപ്പർ. ഇവിടെ നിന്ന് ദൂരം നിന്ന് നോക്കുമ്പോഴെന്തോ വേറെ ലെവല് ചേട്ടാ. അടിപൊളിയാ. എന്താ ഒരു വെറൈറ്റി അല്ലേ? ഞാൻ ഇനി അടുത്ത് കയറി എല്ലാം കമ്പ്യൂട്ടറിലാണ് നോക്കട്ടെ. ചെക്ക് ചെയ്യണം, നോക്കട്ടെ. ചെറിയ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ, എല്ലാം സെറ്റാണ്. ഇനി കുറവായിരിക്കും. ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കേണ്ടത് സ്കാഡ കിട്ടൂല. അതുകൊണ്ട് ഇനി റെഡിയാക്കണവരെ അയച്ചു കൊടുക്കേണ്ടി വരും. ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ഇപ്പൊ സൈഡ് വൈസ് ആണ് കേട്ടോ. ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട്, BTC ചെയ്ത് ഗോൾഡൻ ചെയ്ത്, രണ്ടും ഇപ്പൊ സൈഡ് വൈസ് ആണ്. അതിന് എന്തരാകും, കാരണം രണ്ടും ഇപ്പൊ മാർക്കറ്റ് സൈഡ് വൈസ് ആണ്. കൺഫ്യൂഷൻ നിൽക്കുകയാണ് ഇപ്പൊ. കുറച്ചു നേരം നോക്കേണ്ടി വരുമോ? ഇപ്പൊ ചെയ്യൂല. നോക്കാം. ഓക്കെയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂറോയിൽ ഇതിങ്ങനെ മാരി ബൈ സെല്ല്. അടുത്ത് ഗോൾഡിൽ ഇതുപോലെ ബൈ സെല്ല്. അടുത്ത് യൂറോ, അടുത്ത് BTC ഇങ്ങനെ. BTC തൊടുവും തോന്നല്ല, കാരണം നല്ല ഭയങ്കര സൈഡ് വൈസാ. നോക്കാം.
ഒന്നുമില്ല, ചെറിയൊരു സങ്കടം. എൻട്രി ചെയ്ത ടൈമിങ് തെറ്റിപ്പോയി. റോങ് ടൈമിങ് ആയിപ്പോയി. ഇവിടെ എൻട്രി അടിച്ചത് ഇവിടെ നിന്ന് അടിച്ചാൽ മതിയായിരുന്നു. റീടെസ്റ്റ് ചെയ്യുന്ന നേരത്തെ ഇവിടെ നിന്ന് അടിച്ചാൽ മതിയായിരുന്നു. ഒരു മിസ്റ്റേക്ക്. ഇത് ഞാൻ ക്വിക്ക് ഡിസിഷൻ എടുത്ത് ചെയ്തതാ. എൻ്റെ മിസ്റ്റേക്കാണത്. ഇതിന്റെ റാലി കണ്ട്, ഇതിന്റെ മൂവ്മെന്റ് കണ്ട് ഞാൻ ചാടിയതാ. ഇവിടെ നിന്ന് എൻട്രി അടിച്ചതല്ല. ഇവിടെ നിന്ന് എൻട്രി അടിച്ചതിനെ പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടിരുന്നേ എന്റെ ടൈമിങ് മിസ്സായിപ്പോയി. അങ്ങനെ ഇത് പോയതാ. ഇതെന്റെ മിസ്റ്റേക്കാണ് എൻ്റെ. അല്ലെങ്കിൽ ഇത് കിടിലം മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ അടുത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ റൂള് ഫോളോ ചെയ്ത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഇത് ഞാൻ 1:2 വെച്ചിരുന്നതാണ്. ഇങ്ങനെ വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ ഡ്രിൽ ചെയ്ത് ഇങ്ങനെ കയറ്റിയതാണ്. 1:3 വരെ ആക്കിയതാണ്. 1:3 ആക്കിയതാണ്. പക്ഷെ ഉണ്ടായി. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എൻ്റെ മിസ്റ്റേക്കാണത്. അയ്യോ, എന്ത് ചെയ്യാനാ? ഇപ്രാവശ്യം 2 ഹണ്ടായി. 2 തെറ്റേക്ക. എൻ്റെ മിസ്റ്റേക്കാണ് 2. അവടുത്തെ നെക്സ്റ്റ് ടൈം മിസ്റ്റേക്ക്. പക്ഷേ പെർഫെക്റ്റ് ട്രൈഡ് ആയിരുന്നു. പക്ഷെ എൻ്റെ മിസ്റ്റേക്കിലാണ് അത് പോയത്. ഇനി അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇതില്ല. മൈൻഡ് ട്രൈഡ് ചെയ്യേണ്ടല്ല. ഇനി നാളെ നോക്കാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തലയൊക്കെ കറങ്ങും. ഇനി എടുക്കണ ഇനി ഫുള്ള് ഡിസിഷൻ തെറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇനിയില്ല. ഓക്കെ, ഒന്നും ചെയ്യേണ്ട മൂടില്ല. അത് കാരണം ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മിസ്റ്റേക്ക്, മൈ മിസ്റ്റേക്ക്, അക്സെപ്റ്റ് ഇറ്റ്. അത്ര ഞാൻ കോഫി ഒക്കെ കുടിക്കട്ടെ. നല്ല തലവേദന. ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫിയർ ഉണ്ടല്ലോ, അത് കിടക്കുക. അതാണ് വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ മണി ലോസായി എന്നുള്ളൊരു മൈൻഡ്. അത് മാറ്റിയിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് പോകുമ്പോൾ ഒരു സെറ്റാവണം. മണി മാനേജ്മെന്റിന്റെ ഒരു ഇതാവണം. എന്നാലേ കാര്യമുള്ളൂ. അതായത് മണി ലോസ് ആയാലും നമ്മള് ജില്ലെന്ന് നിൽക്കണം. ലൈക്ക് ബിസിനസ്സാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതാണ്. ആ ഒരു രീതിയിൽ നിൽക്കണം. ഇത് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് നിൽക്കണം. അല്ലാതെ അതിന്റെ കാര്യമുള്ളൂ. സെറ്റാവും, മാസ്റ്റർ ആവും. കോഫി ഉണ്ടാക്കിയേട്ടാ. ഇനി അതും കൂടി കുടിച്ചിട്ട് വേണം ഇപ്പോൾ എല്ലാം ഒന്ന് റൗണ്ട് അടിക്കും. അല്ല, തലവേദനിക്കുന്നു. അത് നോക്കിക്കൊണ്ടിരുന്നല്ലേ നല്ല എന്തോ ഇടിച്ച് കയറിയതുപോലെ തലയ്ക്കകത്ത്. ഭയങ്കര ഓൺ മിസ്റ്റേക്ക് ആയില്ലേ? അതിൻ്റെ ഒരു ഇതാ, വേറെ അല്ല. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അത്രയും ലോസ് വന്നാല് 2 എൻ്റെ മിസ്റ്റേക്കാണ്. ഒന്നല്ല, 2 പ്രാവശ്യം. പിന്നെ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്തോ തലവേദന അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നേരെ പോയി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ പോയി ഈ മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് എല്ലാം സെറ്റായിരുന്നു. അതിനെ ഫോട്ടോ കൂടി ഇങ്ങനെ എടുക്കണം കേട്ടോ. ബാക്കിയെല്ലാം സെറ്റായി എഴുതിയാ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടറും കൂടി ചെക്ക് ചെയ്യണം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കമ്പ്യൂട്ടറും സെറ്റാണ്. ഇനി വേറെ ഒന്നുമില്ല. ജസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂറിലോട്ട് ചെക്ക് ചെയ്യുക. അത് തന്നെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.